ഈ നിപ്പ കൊറോണ ഇങ്ങനത്തെ ഒരു സമയത്ത് റിയൽ എസ്റ്റേറ്റ് മേഖല മാത്രമല്ല, ഞാൻ മറ്റുള്ള മേഖലയും കൂടി പറയാം. വാടക കൊടുക്കാൻ പറ്റാണ്ട്, പാർട്ടിക്കാർക്ക് സാധനം വാങ്ങിയ പൈസ കൊടുക്കാൻ പറ്റാണ്ട്, എഗ്രിമെൻ്റ് എഴുതിയ ഭൂമികൾ രജിസ്റ്റർ ആക്കാണ്ട്, ആൾക്കാരിൽ നിന്ന് കടം വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാണ്ട്, ബാങ്കിൽ ലോൺ അടക്കാണ്ട് ബുദ്ധിമുട്ടിയ ആൾക്കാർ ഒരുപാട്. ഒരു സ്വപ്നം കംപ്ലീറ്റ് തകർന്നടിഞ്ഞ് കിടന്ന്. ദുബായിലാണെങ്കിലും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പറ്റില്ല, ഒരു ഇഞ്ചക്ഷൻ ചെയ്യാതെ ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തേക്കൊരു കാലഘട്ടം വന്നപ്പോൾ, അത് കഴിഞ്ഞപ്പോൾ ആൾക്കാരുടെ ബന്ധങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടത്. നല്ല നല്ല ക്ലയൻസിനോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. കടങ്ങൾ വാങ്ങിയ പൈസ അവരെ കൂട്ടി പാർട്ട്ണർഷിപ്പിൽ ചെയ്ത സംഗതികൾ. എനിക്ക് ഏറ്റവും വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ ഈ അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് നഷ്ടപ്പെടും. ആ സമയത്തൊക്കെ നമ്മൾ ഓവർലോഡ് എടുത്തു എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ അന്നത്തെ വിൽക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അവരൊക്കെ പാർട്ട്ണർഷിപ്പ് കൂട്ടിയിട്ട് ഓരോരോ ഡീൽ ചെയ്യുന്നത്. അവിടെ നമുക്ക് വളരെയധികം നഷ്ടങ്ങൾ സംഭവിച്ചു, സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ബന്ധങ്ങളായിട്ടും. തീർച്ചയായിട്ടും അത് എനിക്കെന്നല്ല, അന്നത്തെ കുറേ ആൾക്കാർക്ക്. അതിലൊരു 10-20% ആൾക്കാരെ രക്ഷപ്പെട്ടിട്ടുണ്ടാവുള്ളൂ, മറ്റു പല കച്ചവടങ്ങളും ചെയ്തിട്ട്. 80% ആൾക്കാർക്കും നഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അവർക്കൊക്കെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇടപാടുകാരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, സ്വത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്, മരണങ്ങൾ അറിയാലോ, തൊരുപടി പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിനെ അതിജീവിച്ചിട്ട് അന്നും തന്നെ ഞാൻ 2020 21 ഈ കൊറോണ പീരീഡ് ഇങ്ങനെ വരുമ്പോൾ ആരും പോകാത്ത സമയത്ത് നമ്മൾ ഓഫീസ് ഷട്ടർ ഇട്ടിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ വർക്ക് ചെയ്തിരുന്നു. അപ്പോഴും ചോദിക്കും, നീ ഇപ്പോഴാണോ ഈ കച്ചവടം സംസാരിക്കുന്നത് ചോദിക്കും. അപ്പോഴൊക്കെ നമ്മൾ പ്രയാസത്തിൻ്റെ ഒരു സംഗതിയിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴത്തെ മക്കളോടോ കുട്ടികളോടോ പുതിയ ജനറേഷനോടൊന്നും പറയാൻ മനസ്സിലാവില്ല ചിലപ്പോൾ. അവരൊക്കെ അന്ന് കളിച്ചു നടക്കുന്ന സമയത്ത് ആ ഒരു ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ, അതായത് ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിക്കോട്ടെ ഇവിടെ ആയിക്കോട്ടെ എല്ലാ മേഖലയും തകർന്നടിഞ്ഞിട്ട് ഒരു പൊതുജീവൻ കിട്ടിയ ആൾക്കാരാണ് നമ്മളൊക്കെ എല്ലാവരും. അങ്ങനെ വരുമ്പോഴും നമ്മൾ പതറാതെ നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ? പിന്നെ രമ്യ, ബാങ്കുകാർ വിളിച്ചു, കടക്കാർ വിളിച്ചു, എല്ലാവരും വിളിച്ചു. എന്താ ഇപ്പോൾ ചെയ്യാൻ പറ്റുക? പണത്തിന് പണം വേണം. കച്ചവടം നടക്കാതെ എവിടെ നിന്നാണ് ആർക്കാ വാടക കൊടുക്കാൻ പറ്റുക? ഒരു അരി ആന്ധ്രയിൽ നിന്ന് വന്നു, ഇവിടെ പിന്നെ പൈസ കിട്ടണം. അല്ലെങ്കിൽ മല്ലി മുളക് ആയിക്കോട്ടെ, സ്റ്റീലായിക്കോട്ടെ, സിമൻ്റ് ആയിക്കോട്ടെ, ഏത് കച്ചവടക്കാർക്കും ചിലവ് വേണ്ടേ? ജോലി എടുക്കാൻ പറ്റുന്നുണ്ടോ? ഒരു സിമൻറ്റ് ചാക്ക് ചിലവാകുന്നുണ്ടോ? ഒരു കമ്പി ചിലവാകുന്നുണ്ടോ? ഒരു ബിൽഡിംഗ് വർക്കിൽ സൈറ്റിൽ ആരുമില്ല. അങ്ങനത്തെ കാലഘട്ടമല്ലേ, ചെക്ക് മടങ്ങിക്കൊണ്ടിരിക്കുക. അതൊരു വലിയൊരു സംഭവമായിരുന്നു ആ സമയം. എടുത്ത് പറയേണ്ട നോട്ട് നിരോധനം. എന്താ രമി പറയുന്നത്? ആ 16-ാം തീയതി ഏതൊരു ദിവസം ഞാൻ ഫ്ലൈറ്റിലായിരുന്നു. ഞാൻ നമ്മളെ മരിച്ച PVG ഒക്കെ ഒന്നിച്ച് വരുന്ന ഒരു രംഗമായിരുന്നു. അവിടുന്ന് കയറുമ്പോൾ 1000-ൻ്റെ നോട്ട് പൈസയായിരുന്നു. നെടുമ്പാശ്ശേരി ഇറങ്ങിയപ്പോൾ ഒരു വാർത്ത, ഫോണ് സുലൈമാൻ 1000-ൻ്റെ നോട്ട് നിരോധിച്ചു. അപ്പം ഇന്ത്യയിലെ ഇത്രയും സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരെ വെപ്രാളം വേജാറും എന്തായിരിക്കും? നിങ്ങളൊന്ന് അനുഭവിച്ചു. എത്ര ആൾക്കാർക്ക് ആ കാലഘട്ടത്തിൽ പൈസ നഷ്ടപ്പെട്ടു, എത്ര എണ്ണം കത്തിച്ചു, എന്തൊക്കെ ആക്കി, എന്തെല്ലാം ചെയ്തു. ഒരു ഭയങ്കര സംഭവമല്ല അതൊക്കെ, പറയാതിരിക്കാൻ വയ്യ. കുട്ടിയോട് ഇപ്പോൾ പെട്ടെന്ന് 500 നോട്ടിലുള്ള ആൾക്കാർ നാളെ രാവിലെ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നത് നമ്മൾ അനുസരിക്കണം. ആ റൂള് അവർ പറയണം 500 നോട്ടില്ലെന്ന് പറഞ്ഞാൽ ഇല്ല, കറൻസി ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. ആ പീരീഡിലൊക്കെ കച്ചവടക്കാരൊക്കെ അനുഭവിച്ച അനുഭവം. അന്ന് വരെ രാജാവായിരുന്ന 1000-ൻ്റെ നോട്ട് അറിയാലോ. പ്രത്യേകിച്ചും അതൊക്കെ നിങ്ങളെപ്പോലെ കോടികളിൽ, അത്രയും ലക്ഷങ്ങൾ കോടികളിൽ ബിസിനസ് ചെയ്യുന്നവരാണല്ലോ. നിങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആ ഡിമോണിറ്റൈസേഷനൊക്കെ. കൂട്ടത്തിലെ തമാശയും കൂടി പറയാം. പാലക്കാട് ഒരാളുടെ അവിടെ പൈസ എന്തെങ്കിലും ഇരിപ്പുണ്ടോ ചോദിച്ചു ഞാൻ, ഈ നോട്ട് നിരോധനത്തിൻ്റെ ഒരാഴ്ച എൻ്റെ അടുത്തൊന്നും ഇല്ലായിരുന്നു. ഒരു 50 ലക്ഷം അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേന്ന് പറഞ്ഞു. ഒരത്യാവശ്യം ഉണ്ട് പറഞ്ഞു. ഇല്ലയെന്ന് പറഞ്ഞു. നോട്ട് നിരോധനം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോൾ ഫോണ്, സുലൈമാനെ പൈസ വേണോ? ഈ എത്ര ആൾക്കാരായിരുന്നു പൈസ ഉണ്ട്? ഈ ഒരു ബിസിനസ്സിൽ നിങ്ങളിപ്പം ഡീൽ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വലിയ വലിയ ആൾക്കാരായിട്ടും ഡീൽ ചെയ്യുന്നുണ്ട്. വലിയ വലിയ കച്ചവടങ്ങൾ നടത്തുന്ന ആൾക്കാരാണ്.
ഇതിനകത്ത് അവർ ചിലർ ബ്ലാക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് പ്രോപ്പർട്ടി വാങ്ങുന്നത് തന്നെ. ബ്ലാക്കും വൈറ്റും ഇതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരിതാണ്. ഇക്കയും അങ്ങനെയും ബിസിനസ് ചെയ്യേണ്ടി വരും അല്ലേ? പക്ഷേ ഒരു കാലത്തുണ്ടായിരുന്നു, ഇപ്പം എല്ലാവരും വൈറ്റിലേക്ക് വന്നു. അതൊരു പക്ഷേ ഇപ്പൊ ഡിമോണിറ്റൈസേഷൻ വന്നതിന് ശേഷം ഇപ്പോൾ അതിനു മുമ്പ് അങ്ങനത്തെ ഡീലുകളൊക്കെ ഉണ്ടായിരുന്നു. ക്യാഷ് ആയിരുന്നല്ലോ അന്നൊക്കെ. അത് സാധാരണ രീതിയിൽ അന്ന് നടക്കുമായിരുന്നു. ഇപ്പം ഗവൺമെൻറ് വാല്യുവേഷനിൽ അത്രയല്ലേ നമ്മൾ പിന്നെ ചെക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇപ്പോൾ അതൊക്കെ ഗവൺമെൻറ് മാറ്റി അവിടെയൊക്കെ ഓരോരോ പിന്നെ സർവേ നമ്പറിലും എല്ലാം അതൊക്കെ മാറി വന്നല്ലോ. ഇപ്പോൾ അതൊക്കെ ഒറിജിനൽ വൈറ്റ് മണി തന്നെ ഇപ്പോൾ MG റോട്ടിൽ തന്നെ പിന്നെ 48 ലക്ഷം റുപ്യ 50 ലക്ഷം റുപ്യൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അത് വന്നപ്പോൾ പിന്നെ ആ എമൗണ്ട് നമ്മൾ വൈറ്റ് തന്നെ കൊടുക്കണമല്ലോ, നിർബന്ധമാണല്ലോ. അത് ചെക്ക് കൊടുക്കണമല്ലോ. അതെ, അതുകൊണ്ട് തന്നെ കുറെ ബിസിനസ് പോയിട്ടുണ്ടാവില്ലേ എടുക്കാൻ കുറേ പറ്റാത്തത് കൊണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് രമ്യനോട് പറയുകയാണെങ്കിൽ ഇതും കൂടി പറയട്ടോ. ഒരു കാലത്ത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഒഴുകിയിരുന്ന പൈസ ഇപ്പോൾ ഇവിടുന്ന് ആൾക്കാർക്ക്, ഇപ്പോൾ രമ്യക്ക് അറിയാലോ, ഫ്ലാറ്റുകൾ 10, 54, 55, 56, 60ഓളം പിന്നെ പ്രൊജക്റ്റുകൾ ഓൺ ഗോയിങ് ആണ് ദുബായ് സിറ്റിൻ്റെ ഉള്ളിൽ മാത്രം. ഷാർജ അബുദാബിയൊക്കെ ഒഴിവാക്കിയിട്ട്, ഫ്യൂജറിൻ ഇതൊക്കെ ഒഴിവാക്കി ഈ 196, 120 രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് തമ്പടിക്കുന്നൊരു സ്ഥലമാണ് ദുബായ് എന്ന് പറഞ്ഞ സ്ഥലം. എത്ര ആളാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അക്കൂട്ടത്തിൽ മലയാളികളും കർണാടകക്കാരും ഗുജറാത്തുകാരൊക്കെ ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പൈസ കൊണ്ടിട്ട് അവിടെ താമസം തുടങ്ങുക. കാലം മാറില്ല പെട്ടെന്ന്. ഇനി അതെങ്ങനെ വരും? ഇനി അത് ഇങ്ങോട്ട് വരും, ഇവിടുന്ന് അങ്ങോട്ട് പോകും. ഒരു കാലം ഇങ്ങോട്ടായിരുന്നല്ലോ നമ്മളൊക്കെ അയച്ചിരുന്നത്. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് അയച്ചിട്ട് അവിടെ ഫ്ലാറ്റ് എടുത്ത് സെറ്റിലാകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അതങ്ങനെ മറിഞ്ഞ് വരും. റിയൽ എസ്റ്റേറ്റ് ഇപ്പോൾ അവിടെ ഉഷാറാണ് ദുബായിൽ. എന്തിനാണ് ഇവിടെ തന്നെ തുടങ്ങിയ ഒരാൾ ഇവിടെ അത്യാവശ്യം നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്തു, നല്ല നല്ല കച്ചവടങ്ങൾ ചെയ്യുന്നു. അപ്പം ഇക്കയ്ക്കും വളരണം, എല്ലാവരും വളരാൻ വേണ്ടിയിട്ടാണല്ലോ. ആ ഒരു വളർച്ച മുന്നിൽ കണ്ടതുകൊണ്ടാണോ ഇക്കയും വിദേശത്തേക്ക് ചേക്കേറിയത്? നമ്മുടെ ഇപ്പോൾ ഈ 2002 അന്നത്തെ കാലത്ത് ആർക്ക് കച്ചവടം ചെയ്യണമെങ്കിലും അവരെടുക്കണോ കൊടുക്കണോ എന്ന് ചോദിക്കണമെങ്കിൽ ഒന്ന് ദുബായ് പോകണം, അവരുടെ കമ്പനിയിൽ അല്ലെങ്കിൽ അവരുടെ ഓഫീസിൽ. ആ കാലഘട്ടത്തിൽ നമ്മൾ വിസ ഉണ്ടാക്കിയിട്ട് അവിടെ ഇപ്പോൾ നെടുമ്പാശ്ശേരി ആയിക്കോട്ടെ, ട്രിവാൻഡ്രം ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, എല്ലാവരും നിൽക്കുന്ന സ്ഥലം ദുബായിലാണ്, ഷാർജ, അബുദാബി. അപ്പോൾ അവിടെ പോയിട്ട് ആ കച്ചവടം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അന്ന് മുതലേ ദുബായിലേക്ക് പോയി. പിന്നെ അവിടെയും തകർച്ച വന്നിട്ടുണ്ട്. അവിടെ 2009-10 തകർച്ച വന്നിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇനി അടുത്ത കാലത്തൊന്നും ഇപ്പോൾ അവിടെ അങ്ങനത്തെ ഒരു 2020 ശേഷം നല്ലൊരു ഗ്രോത്താണ് ദുബായിലേക്ക് വന്നിട്ടുള്ളത്. അത് നിലനിൽക്കുന്നതാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. അത് എന്തു സംഭവിക്കാം ലോകത്തിൽ ഇപ്പോൾ പലതും പിന്നെ ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഇപ്പോൾ ട്രംപ് ആയിക്കോട്ടെ, പാകിസ്ഥാൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചൈന ആയിക്കോട്ടെ, റിയൽ എസ്റ്റേറ്റ് ആണ് എല്ലാവരുടെയും ഒരു മെയിൻ ഒരു രാജ്യത്തിൻ്റെ സംഭവം, പ്രധാനപ്പെട്ട ഒരു സംഗതി. അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മണി വാല്യൂ തന്നെ ഷെയർ മാർക്കറ്റിലും ഇതെല്ലാം കണക്റ്റഡ് ആണല്ലോ. അതെ, കൊമേഴ്ഷ്യലായിട്ടും റെസിഡൻസ് ഏതാണെങ്കിലും മോളാണെങ്കിലും അങ്ങനത്തെ ഒരു ഇപ്പോൾ ഖത്തർ ആയിക്കോട്ടെ, ഏത് രാജ്യം ആയിക്കോട്ടെ, റിയൽ എസ്റ്റേറ്റ് ആണ് നമ്പർ 1.